12 രാശികൾ ഭേദിക്കുന്ന ആകാശമണ്ഡലം വാഴുന്ന 27 നക്ഷത്രങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് എങ്ങനെ? അവന്റെ ജീവിതചര്യ, ജാതകം എന്നിവ നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെ? നഗ്നനേത്രങ്ങൾക്ക് ഗോചരമായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ സൂര്യനും ചന്ദ്രനും ചേർന്ന് വരുന്ന ദൃഷ്ടിഗോചരമായ സപ്തഗ്രഹങ്ങൾ. ചാന്ദ്രപഥം ക്രാന്തിവൃത്തത്തെ അഥവാ സൗരഭ്രമണപഥത്തെ മുറിക്കുന്ന 2 അദൃശ്യ ബിന്ദുക്കളായ രാഹുവും കേതുവും ചേർന്നാൽ നവഗ്രഹ സങ്കല്പമായി. സൂര്യൻ രാഹുവിലും ചന്ദ്രൻ കേതുവിലും വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്നും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് രാഹുവിലോ കേതുവിലോ വന്നാൽ സൂര്യഗ്രഹണം ഉണ്ടാവുമെന്നും അവർ കണ്ടെത്തി. പണ്ടുകാലത്ത് കൊല്ലവർഷം മലബാറിലും തിരുവിതാംകൂറിലും കോലോത്തുനാട്ടിലും ഏകീകൃതമായിരുന്നില്ല. 1190 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലുടനീളം കൊല്ലവർഷ തീയതി ഏകീകരിക്കുന്നത്. എങ്കിലും ഒരു വർഷം 365 ദിവസമായാണ് കൊല്ലവർഷം കണക്കാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ 365 ദിവസവും 6 മണിക്കൂറും ഉണ്ട്. കഴിഞ്ഞ 1000 വർഷങ്ങളായി ഈ 6 മണിക്കൂർ വ്യത്യാസം തുടരുന്നതിനാലാണ് പഞ്ചാംഗം പിഴയ്ക്കുന്നതിനും വിഷുവങ്ങൾ മാറിപ്പോകുന്നതിനുമുള്ള മൂല കാരണം. ഈ വ്യത്യാസം ശരിപ്പെടുത്തുന്നതിലൂടെയാണ് കെ.വി. സുഭാഷ് വ്യത്യസ്തനാവുന്നത്. തന്ത്ര മന്ത്ര യന്ത്ര വിധികളിലൂടെ ദോഷ ദുഃഖ നിവാരണത്തിനാണ് ശ്രീ കെ.വി. സുഭാഷ് മുൻഗണന നൽകുന്നത്. തന്നെ സമീപിക്കുന്നവർക്ക് 100% ഫലം ഉറപ്പു നൽകുന്ന ശ്രീ കെ.വി. സുഭാഷ് അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് അസ്വസ്ഥ മാനസങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. സർവ്വ വിജയങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ അശ്വാരൂഢ യന്ത്രം ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ സർവരെയും ഒരുപോലെ കാണുവാനും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് മനുഷ്യത്വപൂർണമായ പരിഹാരം നിർണയിക്കുന്ന ശ്രീ കെ.വി. സുഭാഷ് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തനാവുന്നതും. ഉത്തമമായ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും സൽസന്താന സൗഭാഗ്യത്തിനും വരദാക്ഷായണി പൂജയ്ക്കും 7 തലമുറയിലെ സർപ്പദോഷം തീർക്കുന്നതിനുള്ള നമശിവായ പത്മമിട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമവും ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ബിൽഡിംഗ് വെക്കുമ്പോൾ ആദ്യമായി ഭൂമിയുടെ ലെവൽ കണ്ടീഷൻ നോക്കണം. ഭൂമി കിഴക്കോട്ട് ചെരിഞ്ഞ ഭൂമി, വടക്കോട്ട് ചെരിവുള്ള ഭൂമിയാണ് ഏറ്റവും ഉത്തമമായ ഭൂമി. അതിൽ ഇതിൻ്റെ വീട് വെക്കുമ്പോൾ വടക്ക് കിഴക്കേ ഗണ്ണം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ഗണ്ണത്തിൽ വെക്കുക. പിന്നെ അതുപോലെ ദർശനം 4 ദിക്കിലേക്ക് വീട് വെക്കാം. കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടോ വെക്കാം. പക്ഷേ ഇത് കോണിലേക്ക് ദർശനം പാടില്ല. ഇതിൻ്റെ കിച്ചൻ്റെ ഭാഗം എപ്പോഴും വടക്ക് കിഴക്ക് മൂലയിൽ വരണം. വടക്ക് കിഴക്ക് കോർണറാണ് എപ്പോഴും. അതിൽ കിടപ്പ് മുറി തെക്ക് പടിഞ്ഞാറ് കോർണറിൽ വരണം. അതിൽ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണം കിടന്നുറങ്ങാനും. ഇത് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് വരുന്നത് എപ്പോഴും കോർണറിൽ വരാൻ പാടില്ല. കോർണറിൽ വേസ്റ്റ് കുഴികൾ വരാൻ പാടില്ല. കിണറിൻ്റെ സ്ഥാനം മീനൻ രാശിയിലാണ് ഏറ്റവും ഉത്തമം. അതേസമയത്ത് തന്നെ ബിൽഡിങ്ങിൻ്റെ കോർണറിൽ കോൺ കുത്തുവരാൻ പാടില്ല. ശ്രീകൃഷ്ണ ജ്യോതിഷത്തിലെ ജ്യോതിഷത്തിൽ വരുന്നതായ ബിൽഡിങ്ങിനെ സംബന്ധിച്ചും വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളും കൂടി നമ്മൾ നോക്കുന്നു. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് മനുഷ്യത്വപൂർണമായ ഒരു പരിഹാരം നിർണയിക്കുന്ന ശ്രീ കെ.വി. സുഭാഷ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ജ്യോത്സ്യന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തനാവുന്നത്. നമസ്കാരം. പ്രശസ്ത ജ്യോത്സ്യനും വ്യത്യസ്ത ചിന്താധാരയിലൂടെ പ്രസിദ്ധനുമായ ശ്രീ കെ.വി. സുഭാഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സാർ. പരമ്പരാഗത ജ്യോതിഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാരമ്പര്യത്തിലൂന്നിയ ഒരു ചിന്താധാരയ്ക്കാണല്ലോ അങ്ങ് പ്രാധാന്യം നൽകുന്നത്. അബ്രാഹ്മണരായ ധാരാളം കുട്ടികളെ താങ്കൾ പൂജ പഠിപ്പിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ചാതുർവർണ്ണ്യം? അതായത് നമ്മുടെ പുരാണങ്ങളിൽ രാവണന് എത്ര തലയുണ്ടെന്നാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്? 10 തലയെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ എവിടെയെങ്കിലും ഒരു മനുഷ്യന് 10 തലയുള്ള വിചിത്ര രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് എനിക്ക് തോന്നുന്നു അതിൽ ബുദ്ധി, അദ്ദേഹത്തിന്റെ ബുദ്ധി. അതെ, അതായത് രാവണന് 10 തല എന്ന് വെച്ചാൽ 10 ആളുടെ ബുദ്ധി ഉണ്ടായിരുന്നു, അതാണ് സത്യം. അതേപോലെയാണ് ചാതുർവർണ്ണ്യം. ഇത് തന്നെ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൈവീക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രാഹ്മണനായും, രാജ്യസേവ ചെയ്യുമ്പോൾ ക്ഷത്രിയനായും, വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ വൈശ്യനായും, ദാസപ്പണി ചെയ്യുമ്പോൾ ശൂദ്രനായും. ഇതാണ് ചാതുർവർണ്ണ്യം. പിന്നെ എന്തുകൊണ്ട് ഇന്ന് കാണുന്ന ചാതുർവർണ്ണ്യം നിലനിന്നു എന്ന് വെച്ചാൽ പൂജാതി കാര്യങ്ങളിൽ വരുമ്പോൾ, പൂജ വരുന്ന എപ്പോഴായിരിക്കും? നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു പൂജാ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ പൂജ ചെയ്യുന്ന ആൾ സത്യമായിട്ടാണ് ഒരു പൂജ ചെയ്യുന്നതെങ്കിൽ ആ പൂജയ്ക്കൊരു ഫലപ്രാപ്തി ഉണ്ടാകും. ആ ഫലപ്രാപ്തി വരുമ്പോൾ
പൂജ ചെയ്യുന്ന ആളോട് നമുക്കൊരു ബഹുമാനവും ഭയവും ഉണ്ടാകും. ഈ ബഹുമാന ഭയത്തെയാണ് ഈ പറഞ്ഞ ബ്രാഹ്മണ്യം എന്നുള്ള രീതിയിലേക്ക് മുതലാക്കിയെടുത്തത്. അപ്പോൾ ഭഗവാന് ജാതി ഉണ്ടായിരുന്നെങ്കിൽ, ഭഗവാന് ജാതി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ജാതി ശ്രേഷ്ഠത ഭഗവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭഗവാൻ ഒരിക്കലും പല ജാതിയിൽ വന്ന് അവതരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മനുഷ്യരായ നമ്മളുടെ അഹങ്കാരമാണത് പറ്റില്ല, പാടില്ല എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വേറൊരു സംഭവം ഉള്ളത്, വേദവ്യാസൻ. നമുക്ക് വേദം പകുത്ത് തന്നതാണ് വേദവ്യാസൻ. വേദം എഴുതിയതല്ല, വേദമൊക്കെ പുരാണം കാലം മുതലിങ്ങനെ വന്നതാണ്. അപ്പോൾ വേദം പകുത്ത് 4 വേദങ്ങളായിട്ട് പകുത്തതാണ് വേദവ്യാസൻ. ഈ വേദവ്യാസൻ പരാശര മുനിക്ക് അരയ സ്ത്രീ, മുക്കോ സ്ത്രീയിൽ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഉന്നത കുലത്തിൽ ജനിക്കായിരുന്നല്ലോ, സംഭവിച്ചില്ല. അതേപോലെ നമുക്ക് രാമായണം രചിച്ചു തന്ന വാൽമീകി ഏത് കുലത്തിലാണ് ജനിച്ചത്? അദ്ദേഹത്തിൻ്റെ പൂർവികൻ തേടിപ്പോയ കാട്ടാളനായിരുന്നു. അപ്പോൾ നമുക്ക് ഏതിലേക്ക് പോയാലും നമ്മൾ കാണിച്ചു തരുന്നത് ജാതി എന്ന് പറയുന്നത് മനുഷ്യനെ സുഖിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു സമ്പ്രദായം എന്നല്ലാതെ കണ്ടിട്ട് ഒരിക്കലും ഈ പറയുന്ന നമ്മൾ ദൈവങ്ങളെ കുറ്റം പറയേണ്ട ഒരു കാര്യം. ദൈവം ഇന്ന് നമ്മളിന്ന് വിശ്വസിക്കുന്ന ഈ പറഞ്ഞ ശിവൻ മുതൽ, ശിവകുടുംബം മുതൽ, മഹാവിഷ്ണു മുതൽ, ബ്രഹ്മാവ് മുതൽ, ദേവിമാർ മുതൽ ഇവർക്കൊന്നും ജാതിയോ അങ്ങനെ ഒരു പ്രസക്തിയോ ഇല്ല. വൈഷ്ണവ ചൈതന്യത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമാണ് പാൽപ്പായസം. അപ്പോൾ ഈ വൈഷ്ണവ ചൈതന്യത്തിനൊക്കെ പാൽപ്പായസത്തിന് പണ്ട് കാലത്തെല്ലാം ഇത് കൽക്കണ്ടം കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നെല്ലാം ചെയ്യുന്നത് പഞ്ചസാര കൊണ്ടാണ്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം അവിടെ നിർമ്മിക്കുന്ന പഞ്ചസാര മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം സാധാരണ കടകളിൽ കിട്ടുന്ന പഞ്ചസാര ഉപയോഗിച്ചാണ് പാൽപ്പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര ക്ലിയർ ചെയ്യുന്നതിന് എല്ലുപൊടി കൊണ്ടുള്ള അസംസ്കൃത വസ്തു കൊണ്ട് ശുദ്ധീകരിച്ചാൽ മാത്രമാണ് പഞ്ചസാര നമ്മളീ കാണുന്ന രീതിയിലുള്ള പഞ്ചസാര ആവുള്ളൂ. അപ്പോൾ ഈ പഞ്ചസാര വെച്ച് നിവേദിക്കുമ്പോൾ ദേവനൊരു അശുദ്ധിയും സംഭവിക്കുന്നില്ല. അതല്ലാതെ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മനുഷ്യന് ചാതുർവർണ്ണ്യം തിരിച്ച് സവർണ അവർണ തിരിച്ച് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഈ ജാതി തിരിച്ചിട്ട് ഏറ്റവും താഴെ നിൽക്കുന്ന നായാടി, അതിൻ്റെ മുകളിലേക്ക് അടുത്ത ആൾ പറയ, പിന്നെ പുലയ, പിന്നെ ഈഴവ, പിന്നെ നായർ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഉപജാതികൾ, പിന്നെ അതുകൂടാതെ വരുന്നു ഈ ക്ഷത്രിയ, വൈശ്യ കഴിഞ്ഞു ക്ഷത്രിയ, പിന്നെ അവസാനം ബ്രാഹ്മണ്യം. ഈ ബ്രാഹ്മണ്യത്തിൽ വന്നു കഴിയുമ്പോൾ അവസാനം എന്താ സംഭവിക്കുന്നത്? ഇവിടെ അവസാനം ശിവൻ്റെ ആളുകളുണ്ട്, വിഷ്ണുവിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ അവിടെ അവസാനം ശൈവ വൈഷ്ണവ കേമത്വമാണ്. ഇതിലാരാ വലുത്? അപ്പോൾ ശൈവർ പറയും ഞങ്ങളാണ് വലുത്, വൈഷ്ണവർ പറയും ഞങ്ങളാണ് വലുത്. അപ്പോൾ ശരിക്കും നമ്മൾ ജാതിയിലേക്ക് ചിന്തിച്ചാൽ എന്തെങ്കിലും ഒരു പ്രസക്തി ജാതിക്കുണ്ടോ? മനുഷ്യനെ മനുഷ്യനായി കാണാത്ത മനുഷ്യനെയാണ് നമ്മൾ അമിത പ്രാധാന്യത്തോടു കൂടി വിളിക്കുന്നത്. നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഒരു 6 മണിക്കൂർ വ്യത്യാസം, അതായത് ഏകദേശം 1 വർഷത്തെ വ്യത്യാസം ആയി വരുന്നുണ്ട്. വീണ്ടും ആ ഒരു കണക്ക് തെറ്റുന്നില്ലേ? അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും ആ ഒരു കണക്ക് തെറ്റുന്നില്ലേ? അല്ല, ഇപ്പം നിലവിൽ 10.5 മാസം വരെ ആയിട്ടുള്ളൂ. ഈ കാലം ചിന്തിക്കുമ്പോൾ 10.5 മാസമേ ഉള്ളൂ. അതായത് 1190 ഇൻറ്റു ചിന്തിക്കുമ്പോൾ 10.5 മാസമേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഈ 1.5 മാസം കൂടി കയറി വരണമെങ്കിലും ഒത്തിരി വർഷങ്ങൾ കടന്നു പോകണം. അപ്പോൾ അങ്ങനെ കടന്ന് ആ ഒരു കാലഗതി കഴിയുമ്പോഴാണ് അടുത്തേക്ക് വരേണ്ട കാര്യമുള്ളൂ. അതിന് പല നൂറ്റാണ്ടുകൾ കടന്നു പോകേണ്ടി വരും. 1190 ആയപ്പോഴാണ്, അതായത് 12 നൂറ്റാണ്ട് കടന്നപ്പോൾ മാത്രമാണ് നമ്മൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മാസം ചിന്തിച്ചാൽ മതി. പിന്നത്തെ 1.5 കയറി വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ശനി പകർച്ച ഇപ്പം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അതെ, ശനി പകർച്ച വന്നിട്ടുണ്ട്. ഈ ശനിയെയും ഇങ്ങനെ തന്നെ ചിന്തിക്കണം. അതായത് വ്യാഴം 1 വർഷം പിന്നിൽ തന്നെ ആയിരിക്കും. ഞങ്ങളങ്ങനെ ചിന്തിക്കുന്നത്. അതായത് വ്യാഴം 1 വർഷം പിന്നിൽ നിൽക്കുന്ന പോലെ ശനിയും 1 വർഷം പിന്നിൽ നിൽക്കൂ. കാരണം വ്യാഴം ഒരു ക്ഷേത്രത്തിൽ 1 വർഷം നിൽക്കും, ശനി ഒരു ക്ഷേത്രത്തിൽ 2.5 വർഷം നിൽക്കും. ഇതെല്ലാം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബാധകമാണ്. രാഹുകേതുക്കൾക്കും ഇത് ബാധകമാണ്. രാഹുകേതുവിനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചിന്തിക്കണം. മറ്റുള്ള ഗ്രഹങ്ങളെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കണ്ട. കാരണം അവർ 1 മാസത്തിൽ കൂടുതൽ ഒരു ക്ഷേത്രത്തിൽ നിൽക്കില്ല. അപൂർവമായിട്ട് വക്രം സംഭവിച്ചാൽ അല്ലെങ്കിൽ നിന്നാലും ഒരു 2 മാസം 3 മാസം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. മറിച്ചുള്ള എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രിഗോറിയൻ കലണ്ടർ തിരുത്തിയതുപോലെ മലയാള കലണ്ടറും തിരുത്തേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നില്ലേ? അല്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഈ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക്, അതായത് എല്ലാവരും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നില്ല. ഈ കൈകാര്യം ചെയ്യുന്ന അവരുടെ അനുഭവം കൂടി കണക്ക് കൂട്ടിയിട്ട് ആരോട് വേണമെങ്കിലും പറഞ്ഞാൽ കറക്റ്റായിരിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്തനം വരുമ്പോൾ കറക്റ്റ് നമ്മുടെ വിവാഹം നടക്കുന്നത്, വീട് പണി നടക്കുന്നത് എല്ലാം നിങ്ങൾ കണക്ക് നോക്കിയാൽ വ്യാഴം 3-ലോ 6-ലോ 8-ലോ 12-ലോ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും സംഭവിക്കുന്നത്, ശുഭം നടക്കുന്നത്. അപ്പോൾ ആ ചിന്തിക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ധാരാളം ഡിവോഴ്സുകൾ കൂടുന്നുണ്ട്. ജാതകം നോക്കി എല്ലാം നിശ്ചയിച്ച ശേഷം നടക്കുന്ന കല്യാണങ്ങൾക്ക് പോലും
ഒരു കല്യാണങ്ങൾ പോലും ഡിവോഴ്സിൽ എത്തിച്ചേരുന്നു. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പലരും ജാതക ചിന്തകൾ നടത്തുമ്പോൾ ഒന്ന് ലഗ്നം കറക്റ്റ് ചെയ്യുന്നൊരു കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ ലഗ്നം തെറ്റുമ്പോൾ തന്നെ, അതായത് ഒരു ജാതകം ചിന്തിക്കുമ്പോൾ 32 വയസ്സ് വരെ ലഗ്നാൽ ചിന്തിക്കണം. അതിനുശേഷമാണ് ചാരവശാൽ, അതായത് നമ്മുടെ നക്ഷത്രം ചന്ദ്രൻ എന്ന് പറയുന്നതാണ് നക്ഷത്രം. അപ്പോൾ തൃക്കേട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രം നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിൽ, അതാണ് ചാരവശാൽ. അപ്പോൾ 32 വയസ്സാകുമ്പോഴാണ് നമ്മൾ വൃശ്ചികൻ രാശി കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ ലഗ്നാലാണ് ചിന്തിക്കുന്നത്. ഇത് തന്നെ 32 കഴിഞ്ഞ് 48 വയസ്സാകുമ്പോൾ കാൽ ചിന്തനം എന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇത് പലർക്കും അറിഞ്ഞുകൂടാ. സാധാരണ രീതിയിൽ ചെയ്യുന്നത് 30 വയസ്സ് വരെ ലഗ്നചിന്തനവും 48 വയസ്സ് വരെ ചാരവശാൽ നാൾ ചിന്തനവും 48-ന് ശേഷം ശുക്രാൽ ചിന്തനവും എന്നുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളത് തന്നെ ചെയ്യുന്നത് ആദ്യം ലഗ്നചിന്തനം 32 വയസ്സ് വരെയും 48 വയസ്സ് വരെ ചാരവശാൽ നക്ഷത്ര ചിന്തനവും 48-ന് ശേഷം കാൽ ചിന്തനം എന്നുള്ളൊരു മെത്തേഡ് കൂടിയുണ്ട്. കാൽ ചിന്തനം അതായത് മേട ചിങ്ങ ധനു അശ്വതി മകം മൂലം മേടം കണക്കാക്കുന്നു, ഭരണി പൂരം പൂരാടം മേടം കണക്കാക്കുന്നു, കാർത്തിക ഉത്രം ഉത്രാടം ധനു കണക്കാക്കുന്നു. അങ്ങനെ മറ്റുള്ള എല്ലാം ഈ 3 രാശിയിൽ മാറി മാറി വരും. അതുകൂടാതെ ഈ ലഗ്നം കറക്റ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റാണ് ലഗ്നം എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 32 വയസ്സിന് മുമ്പാണ് കല്യാണം പരമാവധി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലഗ്നം തെറ്റാണെങ്കിൽ ഇപ്പോൾ 3-ാം കൂറ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സ്ത്രീ ജന്മതോ 2 അത 3, 5, 6 വർജിക്കണം. ഇതാണ് പ്രമാണം എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് സ്ത്രീയുടെ ജന്മം മാത്രമല്ല, പുരുഷൻ്റെന്നും എണ്ണണം, രണ്ടും എണ്ണണം. സ്ത്രീയുടേന്നായിരുന്നാലും പുരുഷൻ്റെന്നായിരുന്നാലും 3-ാം കൂറ് ചന്ദ്രാലോ ലഗ്നാലോ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അതേപോലെ ഷഷ്ടാഷ്ടമവും അഷ്ടമഷഷ്ടവും ഇതും സ്ത്രീയുടേന്ന് മാത്രമേ എണ്ണുന്നുള്ളൂ. ഷഷ്ടമാവാം, അഷ്ടമം പാടില്ല എന്ന് പറയും. ഞങ്ങളിതും പറയുന്നത് ഷഷ്ടവും അഷ്ടമവും പാടില്ല. ഈ 2 സംഭവം മാറ്റിയാൽ തന്നെ ഇന്ന് നടക്കുന്ന ഡിവോഴ്സിൻ്റെ 90% പരിഹാരം ഉണ്ടാവും. താങ്കൾ തീർച്ചയായിട്ടും വളരെ ഒരു ദൈവവിശ്വാസി തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ആരാണ് ദൈവം, എന്താണ് ദൈവം? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ മഹാവിഷ്ണു പൂർണ്ണരൂപത്തിൽ ചതുർബാഹുവായിട്ട് നിൽക്കുന്നു, ശിവൻ പുലിത്തോല് ധരിച്ച് നിൽക്കുന്നു, ദേവിമാരെല്ലാം സർവാലങ്കാര വിഭൂഷിതമായിട്ട് നിൽക്കുന്നു, ഗണപതിയാണെങ്കിൽ ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലായിട്ട് നിൽക്കുന്നു, മുരുകൻ മയിലിൻ്റെ പുറത്ത് നിൽക്കും. അങ്ങനെ പല രൂപത്തിൽ നമ്മൾ പല ദൈവങ്ങളെ, ഇത് തന്നെ മറ്റുള്ളൊരു മതത്തിലാണെങ്കിൽ യേശുക്രിസ്തു നിൽക്കുന്നു, അപ്പുറത്താണെങ്കിൽ അള്ളാഹു നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ എല്ലാ മതക്കാർക്കും അവരവരുടേതായ ദൈവങ്ങളുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നത് പ്രകൃതി ശക്തികൾ തന്നെയാണ് നമുക്ക് ദൈവികം എന്നുള്ള അനുകൂല ഊർജം തരുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏത് രൂപത്തിൽ നമ്മൾ പൂജിച്ചാലും, ഇപ്പോൾ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നു, ശിവനെ പൂജിക്കുന്നു, ദേവിയെ ആരെ പൂജിച്ചാലും ഈ പ്രകൃതിയിലുള്ള ഈ അനുകൂല ഊർജ്ജം, ഇതാണ് പ്രകൃതി ശക്തി. ശാസ്ത്രം എത്ര വളർന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 2 മാസം മുമ്പ് നമ്മളുടെ അമേരിക്കയിൽ, 1 മാസം മുമ്പാന്ന് തോന്നുന്നു, ഒരു $20 ലക്ഷം കോടി ചിലവഴിച്ചിട്ട് നാസയുടെ ഒരു ഉപഗ്രഹം മുകളിലേക്ക് പോയി, അതേപോലെ തന്നെ പൊട്ടി താഴേക്ക് വന്നു. അപ്പോൾ ശാസ്ത്രം എത്ര വികസിച്ചാലും ഈ പ്രകൃതിയുടെ മുമ്പിലെല്ലാം നിശേഷമായിട്ട് തകർന്നടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹിമാലയത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു, അന്ന് വെള്ളപ്പൊക്കം ഭയങ്കര പ്രശ്നം. ഇതെല്ലാം വന്നിട്ട് നമുക്ക് തടുക്കാൻ പറ്റുന്നുണ്ടോ? അതായത് പ്രകൃതിക്ക് സഹിച്ച് എടുത്ത് കഴിയുമ്പോൾ ഉടൻ തിരിച്ചടിക്കും. മനുഷ്യൻ എത്ര വളർന്നാലും ഒരു ഞൊടിയിടയ്ക്ക് എല്ലാം തകർത്ത് കളയും. അപ്പോൾ അതല്ലേ ദൈവികം എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത മന്ത്രം ചൊല്ലി വരുമ്പോൾ ദൈവിക ശക്തി അവസാനം വണങ്ങുന്നത് ഓം ഐം ഹ്രീം ശ്രീം അനലായ ശക്തിയെ സ്വാഹ. അനലായ ശക്തി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശക്തിയെ എന്ന് തന്നെ വിളിക്കുന്നത്. മന്ത്രം ഏതും ആയിക്കോട്ടെ, ബീജാക്ഷരം ഏതു വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഒരു മന്ത്രം ജപിച്ച് 16 ജപിച്ചാൽ മാത്രമാണ് ഒരു മന്ത്രം പൂർണ്ണതയാവുള്ളൂ. അപ്പോൾ എന്താണ് 16 എന്ന് വെച്ചാൽ, അക്ഷരലക്ഷം ജപിച്ചാൽ മാത്രമാണ് ഒരു മന്ത്രം പവർ എന്ന് പറഞ്ഞാൽ ശക്തി വരുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് പൂർവികാചാര്യന്മാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തന്മാത്ര എന്ന് പറയും. ഒരു വസ്തു വിഘടിച്ച് അവസാനം വരുന്ന ഏറ്റവും ലളിതമായ അതിൻ്റെ അവസാന രൂപമാണ് തന്മാത്ര. അതേപോലെ മന്ത്രത്തിൻ്റെ അവസാനം സാധ്യമാകുന്ന ഒരു സംഖ്യയാണ് 16. അതുകൊണ്ടാണ് 16 ജപിച്ച് കൊടുത്താൽ ആ മന്ത്രം ഫലിക്കും. മന്ത്രമാണെങ്കിൽ, മന്ത്രമല്ല കുതന്ത്രമാണെങ്കിൽ ഒരിക്കലും ഫലിക്കില്ല. ഈ ഒരു കൂടോത്രം ഇത് ചെയ്യുന്നത് വഴി പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്നത് കാര്യമാണ്. അത് നമ്മൾക്കത് ശരിക്കും ഫലിക്കുന്നുണ്ടോ? ശരിക്കും കൂടോത്രം എന്ന വാക്കില്ല, അത് കളിയാക്കി പറയുന്നതാണ്. കൂടോത്രമല്ല, ഗൂഢതന്ത്രം. അതിൽ നിഗൂഢ രഹസ്യങ്ങൾ ഇരിപ്പുണ്ട്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതാണല്ലോ ഗൂഢതന്ത്രം. അതായത് ചെറിയ വസ്തുക്കളിൽ ചെയ്യുന്ന നിഗൂഢ രഹസ്യങ്ങളാണ് ഗൂഢതന്ത്രം. വീണ്ടും നമുക്ക് ചിലർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാധ ഉപദ്രവ ദോഷം എന്നെല്ലാം പറയുന്നത്. ഇങ്ങനെയെല്ലാം വന്നതിന് എടുത്ത് കളയുന്നു. അപ്പം നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ ക്ഷുദ്രം ചെയ്യരുത്,
ആഭിചാരം ചെയ്യരുത്. ഈ ആഭിചാരം ചെയ്താൽ തിരിച്ചടി ഉണ്ടാകും. തിരിച്ചടിക്കാൻ നമ്മൾ എടുത്താൽ മാത്രമേ പോകുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടും ദുരിതം വന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി അന്വേഷിച്ച് ഇതിൻ്റെ പ്രതിപ്രവർത്തനം വന്നാൽ മാത്രമാണ് തിരിച്ചടി ഉണ്ടാവുള്ളൂ. ഇല്ലാത്തിടത്തോളം ചെയ്തവർ വിജയിച്ചു, അനുഭവിക്കുന്നവർ അനുഭവിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് ഒടിബാധ? അതുപോലെ പല ജ്യോത്സ്യന്മാരും ഏലസുകളും അശരുട യന്ത്രങ്ങളും ഒക്കെ നൽകാറുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? ശക്തി എന്താണ്? അതായത് ഒടിബാധ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണം മലം മുട്ടും, ചുടും നേത്രം, വിറയ്ക്കും കൈകാൽ. അതായത് കൂടെ കൂടെ കക്കൂസിക്കുവാണെന്നൊരു തോന്നൽ വരാം, കൈകാല് വേദന എടുക്കുക, ശരീരം വേദന എടുക്കുക, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക. ഇതിനു വേണ്ടി പല പല ഡോക്ടർമാരെ കണ്ട് ചികിത്സ നടത്തിയിട്ട് ഒരു ഫലം കിട്ടുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഇതാണ് ഒടിബാധ. അപ്പോൾ ഒടി വയ്ക്കുന്നവരുടെ ഉദ്ദേശം നമ്മളുടെ സ്വത്ത് സുഖം എല്ലാം നശിപ്പിച്ച് ചിലപ്പോൾ പരമ്പര നീണ്ടുപോകും, നമ്മളെല്ലാം ഒന്നുമില്ലാത്ത ഒരാളാക്കി തീർത്ത് കളയാൻ വേണ്ടി ശത്രു ചെയ്യുന്നത് തന്നെയാണ് ഒടിബാധ. അതിൻ്റെ ലക്ഷണമാണ് മുമ്പിൽ പറഞ്ഞത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പലരും പോയി ചികിത്സ എല്ലാം നടത്തി കഴിഞ്ഞാൽ ഇത് ഫലിക്കാറില്ല. ഇത് തന്നെ നമ്മളുടെ അടുത്ത് വന്ന ഒരു സിമ്പിൾ പൂജയിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒടി ഉച്ചാടനം ചെയ്യാമെന്ന് പറയാം. വെട്ടുക എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷ. ഉച്ചാടനം ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം 40 വെള്ളത്തിൽ രാവിലെയും വൈകിട്ടും കുളിക്കുക. ഇത് കഴിയുമ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന ഈ രോഗം മൊത്തമായി അങ്ങ് മാറിപ്പോകും. ഇതെല്ലാം ഞങ്ങളിവിടെ എത്ര ആൾ വന്നാലും കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പലർക്കും പറ്റുന്നത് ഒടി എന്നാൽ എന്താണ്, ഒടിബാധയുടെ ലക്ഷണം എന്താണെന്ന് പല ജ്യോത്സ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത് ഒടി അറിയാത്ത ജ്യോത്സ്യനല്ല. അതേപോലെ തന്നെ ഒരു സംഭവം കൂടി ഉള്ളത്, ഈ ശനി ദോഷത്തിൻ്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ ശനി മാറി പറഞ്ഞോളൂ, അത് നമ്മൾ പൂർത്തീകരിച്ചില്ല. അതിൻ്റെ ഒരു സംഭവം ഇപ്പോൾ പലരും പറയുന്നത് ഏറ്റവും നല്ല ദശാകാലം ഒരു മനുഷ്യ ആയുസ് എന്ന് പറഞ്ഞാൽ 60 വയസ്സാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് 120 ആയിരുന്നു. അതുകൊണ്ടാണ് ദശാകാലങ്ങൾ 120 ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സർക്കാർ ഒരു 58 വയസ്സ് ആ സമയത്താണ് നമ്മളുടെ റിട്ടയർമെൻറ്റ് അത് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം 60 വയസ്സാകുമ്പോഴേക്കും മനുഷ്യൻ്റെ അതായത് നല്ല ആരോഗ്യകാലം തീർന്നു കഴിഞ്ഞു. ബാക്കിയെല്ലാം നമ്മൾ ജീവിച്ച ആ നല്ല 60 വയസ്സാണ് ഇന്നത്തെ ഒരു കാലഗതി. അപ്പോൾ ഇതിൽ തന്നെ പലരും പറയുന്നത് ഏതാണ് നമ്മുടെ ദശാകാലത്തിൽ നല്ലത്, ഇതുപോലും പലർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ശുക്രദശയാണ്, കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ എന്താ കരുതുക, ശുക്രൻ അടിച്ചു, നമുക്ക് രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയിലാണ്. ശരിക്കും ശുക്രദശ വരുമ്പോൾ അരിഷ്ടതയാണ് ഫലം, ഒരിക്കലും നല്ല സംഭവിക്കുന്നില്ല. അതായത് ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മളുടെ പിന്നാലെ ഒത്തിരി പൂവാലന്മാരുണ്ടാവും, ഒരു പുരുഷനാണെങ്കിൽ ഒത്തിരി സ്ത്രീകളുണ്ടാവും. ആകെ ഉള്ള ഏറ്റവും വലിയ ഗുണമാണ് ശുക്രദശയിലുള്ളത്, മറിച്ച് എല്ലാം അരിഷ്ടതയാണ് ഫലം. ഇത് തന്നെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല ദശാകാലം ചന്ദ്രദശ കാലഘട്ടം 10 വർഷം. പിന്നെ അത് അവരുടെ ജാതകത്തിലെ ബലാബലങ്ങളും കൂടി ഇതിനോട് കൂട്ടി യോജിപ്പിക്കണം. അടുത്ത ദശാകാലം വ്യാഴദശയാണ്. 3ാമത്തെ നല്ല ദശാകാലം ശനിദശയാണ്. ഇത് തന്നെ പല ജ്യോത്സ്യന്മാർ ശനിദശ 19 വർഷം ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല, ആകെ ദുരിതം എന്ന് പറയും. ഞങ്ങൾ പറയുന്നത് ശനി മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ദശാകാലമാണ് ശനിദശാകാലം. അതായത് ഗ്രഹങ്ങളുടെ അധിപൻ ആരാണെന്നറിയോ? നവഗ്രഹങ്ങളുടെ അധിപൻ ആരാണ്? നവഗ്രഹങ്ങളുടെ അധിപൻ ശനിയാണ്, സൂര്യനല്ല. സൂര്യൻ്റെ മകനാണ് ശനി. ഇത്രയും സത്യവും നീതിയുമുള്ള ദേവത വേറെയില്ല. അപ്പോൾ ഈ ദേവതയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ശനിദശ ആരംഭിക്കുമ്പോൾ സ്വാപഹാര കാലഘട്ടം 2 വർഷവും 3 മാസവും ഏറ്റവും ദുരിതപൂർണമായിരിക്കും. ശനിയുടെ സ്വഭാവം കാണിക്കും. നമുക്കുള്ള എല്ലാം നശിപ്പിച്ച് നമ്മളെ എന്തെല്ലാം മാനഹാനി മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എല്ലാം നടക്കും. അതായത് ഒരു ദശാകാലത്തിൽ പാപഗ്രഹങ്ങൾക്ക് ആദ്യത്തെ ഒരു ഭാഗം 3ആയിട്ട് ഭാഗിക്കുക. അതിൻ്റെ ആദ്യത്തെ ഭാഗം പാപഗ്രഹങ്ങൾക്ക് ദോഷമായിരിക്കും, 2ാം പകുതി ഗുണദോഷ സമ്മിശ്രം, 3ാം പകുതി ഗുണമായിരിക്കും. അപ്പോൾ ശനി പാപഗ്രഹമായതുകൊണ്ട് ആദ്യത്തെ ഈ സ്വാപഹാര കാലഘട്ടം അടങ്ങിയ ആദ്യ പാദത്തിലെല്ലാം നശിപ്പിക്കും. 2ാമത് ഗുണവും ദോഷവും ഉണ്ടാവും. അവസാനത്തിൽ നമുക്ക് മുമ്പുണ്ടായിരുന്നതിൻ്റെ അധികം തന്നിട്ടേ പോകൂ. ശനിദശയിൽ കിട്ടുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോവില്ല. അപ്പം അതിന് വേറെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളതിൽ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ധർമ്മദേവത. ഈ ധർമ്മദേവത എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞു നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പ് നമ്പൂതിരി ഒഴികെ മറ്റൊരാൾക്കും ക്ഷേത്രങ്ങളുണ്ടായിരുന്നില്ല, ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നും ഈ ജനതതി എല്ലാം ഇവിടെ ജീവിച്ചിരുന്നു, ശക്തിയോടും ബുദ്ധിയോടും ഭക്തിയോടും. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഭവനങ്ങളിലോ തറവാടുകളിലെല്ലാം സേവകളുണ്ടായിരുന്നു. കല്ല്, കട്ട, പുല്ല് ഇങ്ങനെയുള്ള സംഭവം. അപ്പോൾ ഇത് തന്നെ കേട്ടിട്ടുണ്ട്, ചാവുണ്ണി ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, അവിടെ ഒരു ചാവുണ്ണി ഉണ്ടായി, ഇവിടെ ഒരു മറുത ഉണ്ടായി. അല്ല, കുടുംബക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഈ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ചാവുണ്ണി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചക്കച്ചവണി അല്ല. ചാവുണ്ണി ജ്വല ശൂലിനി ഉഗ്രകോപ ഭയങ്കരി ചാമുണ്ടേശ്വരി കാലസംഹാരിണി, കാലനെ നിഗ്രഹിച്ച ദേവിയാണ്. അത്ര പവറുള്ള ദേവിയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ചാവുണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മൂർത്തികളും മുത്തപ്പൻ എന്ന് പറയുമ്പോൾ ആരാണ് മുത്തപ്പൻ?
ശിവൻ അല്ലെങ്കിൽ വിഷ്ണുവാണ് മുത്തപ്പൻ. പണ്ട് കാലത്ത് മറ്റൊരാൾക്ക് വിഷ്ണു ശിവന് പേരിടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് മുത്തപ്പൻ എന്ന് പേരിടുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും തറവാടുകളിലും ഈ പറഞ്ഞ മൂർത്തികളുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രപ്രവേശനത്തിന് ശേഷം നമ്മുടെ പൂർവിക പിതാക്കന്മാർ ഈ മൂർത്തികളൊക്കെ ആവാഹിച്ച് നമുക്ക് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതാത് ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പിച്ചു. അങ്ങനെയാണ് നമുക്ക് ധർമ്മദേവത വരുന്നത്, നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ പ്രസക്തി ഏറി വരുന്നതിൻ്റെ കാരണം പണ്ട് നവോത്ഥാന കാലഘട്ടം മുതൽ വിപ്ലവകാലത്ത് വയറ് നിറയാൻ മാർഗ്ഗമില്ലാതിരുന്നു. ആ സമയത്ത് വയറ് നിറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഇന്നങ്ങനെയല്ല, വയറ് നിറയാൻ എല്ലാ സുഭിക്ഷതയുണ്ട്, ഇപ്പം സമാധാനമില്ല. ഇതുകൊണ്ടാണ് ജ്യോതിഷത്തിൻ്റെ പിന്നാലെ വരുന്നത്. ഈ കുടുംബക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും പലപ്പോഴും ഈ സർപ്പക്കാവുകളൊക്കെ വെട്ടി മാറ്റി അവര് വീട് വെക്കാനും പല കൺസ്ട്രക്ഷന്റെ പുറകെ പോകുന്നുണ്ട്, ഫ്ലാറ്റുകൾ വെക്കാൻ നോക്കി. ഈ സർപ്പക്കാവുകൾ നശിപ്പിക്കുന്നതിന് എങ്ങനെയാണ്? അതായത് ഈ സർപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നിങ്ങൾ അറിയണം. സർപ്പം എന്നാൽ ഇപ്പോൾ പലരും വിചാരിക്കുന്ന പാമ്പാണ്, പാമ്പിനെ കാണുമ്പോൾ സർപ്പം. അതൊരിക്കലുമല്ല. നമ്മൾ മനുഷ്യൻ, ദേവൻ, അതേപോലെ തന്നെ ഇതിൻ്റെ സംഭവം. പാമ്പ് എന്ന് പറയുന്നത് സർപ്പരൂപത്തിലുള്ള ഒരു ജീവിയാണ്. അപ്പോൾ സർപ്പം എന്ന് പറഞ്ഞാൽ ഒരു ചാൺ മണ്ണിൽ ഒരു മുഴം സർപ്പം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ സർപ്പമാണോ മണ്ണാണോ കൂടുതൽ? ഒരു ചാൺ മണ്ണിൽ ഒരു മുഴം സർപ്പമുണ്ട്, സർപ്പമാണ് കൂടുതൽ. അപ്പോൾ ഈ സർപ്പത്തിന് നമ്മൾ ദ്രോഹം ചെയ്യുമ്പോൾ മാത്രമേ അത് നമ്മൾ ഉപദ്രവിക്കുകയുള്ളൂ. നമ്മൾ അറിഞ്ഞറിയാതെ അതിനെ സേവിക്കുന്നുണ്ട്. അതായത് മഞ്ഞൾ കൃഷി ചെയ്യുന്നു, അടയ്ക്കാമര കൃഷി ചെയ്യുന്നു. ഇതെല്ലാം സർപ്പത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. അപ്പോൾ ഇത് മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും സർപ്പദോഷത്തിൻ്റെ പ്രശ്നം വരില്ല. അതറിയാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും അവിടെ സർപ്പത്തിൻ്റെ അനുഗ്രഹം വരും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, സർപ്പം എന്ന് പറയുന്ന മൂർത്തി ഒരിക്കലും ഒരു ശത്രുവിനെ സർപ്പത്തിനെ വെച്ച് ഉപദ്രവിക്കാൻ പറ്റില്ല. അത് നമ്മളായിട്ട് വരുന്ന, ചെയ്തു കൂട്ടുന്ന, അറിയാതെയോ അറിഞ്ഞോ വരുന്ന ദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് സർപ്പശാപവും സർപ്പകോപവും. അല്ലാതെ വേറെ ആൾ ക്ഷുദ്രം ചെയ്ത് ഒരിക്കലും സർപ്പത്തിന് കയറ്റിവിടാൻ പറ്റില്ല. അപ്പോൾ സർപ്പക്കാവിൽ ഇപ്പോൾ പുതിയ ഫ്ലാറ്റുകൾ, വീടുകളെല്ലാം വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സർപ്പത്തിന് ഇപ്പോൾ നമ്മൾക്കൊരു ഭൂമി കാവുണ്ടായിരുന്നു, ആദ്യം അങ്ങനെ നമുക്ക് ആ ഭൂമി ആവശ്യമാണ്, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ദൈവജ്ഞനെ സമീപിച്ച് ആ ഭൂമിയിൽ നിന്ന് ഈ സർപ്പ ചൈതന്യം ഏതെങ്കിലും സർപ്പക്ഷേത്രത്തിലേക്ക്, അതായത് പൂർണ്ണതയിലിരിക്കുന്ന സർപ്പക്ഷേത്രത്തിലേക്ക് ആവാഹിച്ചാൽ പോകാൻ തയ്യാറാണെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് മാറ്റാൻ ഉത്തരവ് കിട്ടും. അങ്ങനെ ധൈര്യമായിട്ട് നമുക്കതവിടെ സർപ്പപൂജ നടത്തി അതിനെ ആവാഹിച്ച് അവിടെ കൊണ്ടുപോയാൽ ഒരു രീതിയിൽ ഉപദ്രവം ഉണ്ടാവില്ല. ഇത് തന്നെ ചില സ്ഥലങ്ങളിൽ ഒരു രീതിയിൽ ഒഴിഞ്ഞു പോകില്ല എന്ന് ബലം പിടിക്കും. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറാണ് സർപ്പമാണ്, ഒരു മൂലയിൽ അതിനിരിക്കാനുള്ള ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് ഗുണം മാത്രം ചെയ്തിട്ട് അതവിടെ അധിവസിച്ചിരുന്നുള്ളൂ. ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ ഒരു രീതിയിൽ സർപ്പം നമ്മൾ ഉപദ്രവിക്കില്ല. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാണും. മറ്റുള്ള ഏതു ജ്യോത്സ്യന്മാരിൽ നിന്നും ലഭിക്കേണ്ടതിനേക്കാൾ വളരെ വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നന്ദി, നമസ്കാരം. ജീവിത വിജയത്തിനും വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിജയത്തിനുമായി അശ്വാരൂഢ യന്ത്രം ശ്രീ KV സുഭാഷ് പ്രത്യേകമായി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. सर्वेषां स्वस्तिर्भवतु।